വലിയ കുറവ് വരില്ല. ധൈര്യമായിട്ട് ബമ്പർ എടുത്തു. നല്ല പൂജാ ബമ്പറിൻ്റെ കാര്യത്തിന് അതിപ്പം ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. വലിയ വ്യത്യാസം വരുത്തിയിട്ടില്ല. ചെറിയതുണ്ടാവും, കാരണം നേരത്തെ ഉള്ളതിനേക്കാളും വലിയ തോതിലാണ്. സംസ്ഥാനത്തിന് ഉൾപ്പെടെ കിട്ടേണ്ടത് വലിയ തോതിൽ കുറച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിനും ഏജൻറ്റുമാർക്ക് കുറച്ച് പിന്നെ സമ്മാനങ്ങളിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുള്ളൂ. വലിയ കുറവ് വന്നിട്ടില്ല. പൊതുവിൽ പിന്നെ നിങ്ങൾ 40% ആക്കുമ്പോൾ 28% നിന്ന് 40 ആകുമ്പം 100 രൂപയ്ക്ക് 12 രൂപയുടെ വ്യത്യാസം വരും. ആ വ്യത്യാസം നമ്മൾ വില കൂട്ടാൻ പറ്റത്തില്ല. അതിനകത്ത് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ സമ്മാനങ്ങളിൽ വലുതായിട്ട് വരാതെയാണ് മാനേജ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഈ പെട്ടെന്നായതുകൊണ്ട് വലിയ കുറവ് വരില്ല. ധൈര്യമായിട്ട് ബമ്പർ എടുത്തു. നല്ല മറ്റ് ബമ്പർ ഇപ്പം 4-ാം തീയതി ആണല്ലോ, 4-ാം തീയതി നറുക്കെടുപ്പ്. അത് കഴിയും. അതൊന്നും മഴയും വലിയ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ട് അല്പം നീട്ടാൻ അവർ പറഞ്ഞിരുന്നത്. അതുപോലെ 3-4 ലക്ഷം ടിക്കറ്റ് അന്ന് വിൽക്കാനുണ്ടായിരുന്നുള്ളൂ. അതെല്ലാം വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏജൻറ്റുമാരുടെ ഇടയിലായിരുന്നു അത് വിറ്റുണ്ടാവും. അല്ല, വളരെ വിശദമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വിശദീകരണം അതിൻ്റെ കാര്യത്തിൽ ആവശ്യമില്ല. അല്ല, വിദ്യാഭ്യാസ മന്ത്രി വളരെ കൃത്യമായി നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഭിന്നശേഷിക്കാരോടുള്ള താല്പര്യത്തിൻ്റെ കാര്യത്തിലും മാനവിനോടുള്ള പൊതുവായ തുല്യമായ സമീപനത്തിലും ഒരു സംശയവും ആരും പറയണ്ട. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന മാനേജ്മെൻറ്റുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന അഭിപ്രായം ഇടതുപക്ഷ ഗവൺമെൻറ്റിനുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി എടുക്കേണ്ട ചില സമീപനങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി മിനിസ്റ്റർ അദ്ദേഹം വളരെ വിശദമായി പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പറയേണ്ട, കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടെയും മാനവൻ്റെയോടും എടുക്കുന്ന സമീപനം അവർ കേരളത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. സുപ്രീം കോടതി വിധി നടപ്പിലാക്കണം, ആ വിഭാഗത്തിന് ജോലി കിട്ടുകയും വേണം, അതും നടപ്പിലാക്കണം. അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് യാതൊരു സംശയവും ആശങ്ക ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് കാര്യമില്ല. അത് UDFൻ്റെ ചില മെമ്പർമാരവിടെ ശ്രമിച്ചത് അതിനാണ്. അതവർ ജനം പൊതുവിൽ മാനവൻ്റെ ഉൾപ്പെടെ വിശ്വസിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അങ്ങനെ ഫൈറ്റിലേക്ക് പോകുന്ന പ്രശ്നമേ ഇല്ല. കാരണം ഇത്രയും സുഗമമായി നല്ല ബന്ധത്തിൽ പോകുന്ന വേറെ ഏത് സ്റ്റേറ്റുണ്ട്? ഇത്രയും കൂടുതൽ എയ്ഡഡ് സ്ഥാപനങ്ങൾ ഉള്ള സംസ്ഥാനങ്ങൾ ഏതാണ്? അതെല്ലാം കൃത്യമായി നടപ്പിലാക്കുന്നില്ലേ? എല്ലാം കൊടുക്കുന്നില്ലേ?